എല്ലാവർക്കും DBD ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സൈബർ സെക്യൂരിറ്റി ടിപ്സിനെ കുറിച്ചാണ്. എല്ലാവരും പെട്ടുപോകുന്ന ഒരു വിഷയമാണ് സൈബർ ക്രൈം. ഒരു ഫോൺ കോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉടൻ ബ്ലോക്ക് ചെയ്യും. നിങ്ങളുടെ പേരിൽ ഒരു പാർസൽ പിടിച്ചു വച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വലിയൊരു സമ്മാനം ലഭിച്ചിട്ടുണ്ട്, ഞാൻ ബാങ്കിൽ നിന്നാണ് വിൽക്കുന്നത്, ഇപ്പോൾ വന്ന OTP പറയും. ഇത്തരം കോളുകൾ നിങ്ങൾക്കും വന്നിട്ടുണ്ടോ? ശ്രദ്ധിക്കുക. നിങ്ങളെ ഭയപ്പെടുത്തുകയോ അത്യാഗ്രഹം ഉണ്ടാക്കുകയോ ഉടൻ തീരുമാനമെടുക്കാൻ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്യുന്ന കോൾ ഒരു തട്ടിപ്പായിരിക്കാം. ഇന്ന് സൈബർ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വളരെ ലളിതമായ സുരക്ഷാ നിയമങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ നിയമം, നിർത്തുക, ചിന്തിക്കുക, പരിശോധിക്കുക. ഇത് തന്നെയാണ്. സ്റ്റോപ്പ്, തിങ്ക് ആൻഡ് വെരിഫൈ. അപരിചിതനായ ഒരാൾ വിളിച്ച് ഉടൻ പണം അയക്കാൻ ആവശ്യപ്പെട്ടാൽ ഒരിക്കലും തിരക്കിട്ട് അയക്കരുത്. ആദ്യം കോൾ അവസാനിപ്പിക്കുക. ശേഷം ബാങ്കിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ ഔദ്യോഗിക നമ്പർ സ്വയം കണ്ടെത്തി വിളിച്ച് വിവരം പരിശോധിക്കുക. അവർ നൽകിയ നമ്പറിലേക്ക് തന്നെ തിരിച്ചു വിളിക്കരുത്. ഓർക്ക് യഥാർത്ഥ സ്ഥാപനങ്ങൾ ഒരിക്കലും ഭയപ്പെടുത്തി പണം അയക്കാൻ നിർബന്ധിക്കില്ല. രണ്ടാമത് നമ്മൾ നിയമം ശ്രദ്ധിക്കേണ്ടത്, രഹസ്യ വിവരങ്ങൾ ആരോടും പറയരുത്. OTP, ATM പിന്, UPI പിന്, CVV നമ്പർ, പാസ്വേഡ് എന്നിവ ആരോടും പറയരുത്. ബാങ്ക് ജീവനക്കാർ, പോലീസ് ഉദ്യോഗസ്ഥർ, കസ്റ്റമർ കെയർ ജീവനക്കാർ എന്നൊക്കെ പറഞ്ഞാലും ഈ വിവരങ്ങൾ പങ്കുവെക്കരുത്. പല തട്ടിപ്പും നടക്കുന്നുണ്ട്. പണം സ്വീകരിക്കാൻ UPI പിൻ നൽകേണ്ട ആവശ്യമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് സ്വീകരിക്കാൻ UPI പിൻ ഒരിക്കലും നൽകേണ്ട. UPI പിൻ നൽകുന്നത് സാധാരണയായി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പുറത്തേക്ക് അയക്കാനാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് പണം ലഭിക്കും എന്ന് പറഞ്ഞ് പിൻ നൽകാൻ ആവശ്യപ്പെട്ടാൽ ഉടൻ നിർത്തുക. മൂന്നാമത്തെ നമ്മൾ നിയമം, അപരിചിത ലിങ്കുകളിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. നിങ്ങളുടെ KYC പുതുക്കുക. കറണ്ട് ബിൽ അടച്ചില്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കും. സൗജന്യ സമ്മാനം നേടാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇത്തരം സന്ദേശങ്ങൾ, ലിങ്കുകൾ വ്യാജ വെബ്സൈറ്റുകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോയേക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ബാങ്കിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ ഔദ്യോഗിക ആപ്പ് തുറക്കുക. അല്ലെങ്കിൽ വെബ്സൈറ്റ് വിലാസം ബ്രൗസറിൽ സ്വയം ടൈപ്പ് ചെയ്യുക. വെബ്സൈറ്റിൻ്റെ പേര് ശ്രദ്ധിച്ച് വായിക്കുക. ഒരു അക്ഷരം മാറ്റിയോ അധിക വാക്കുകൾ ചേർത്തോ യഥാർത്ഥ വെബ്സൈറ്റിനോട് സാമ്യമുള്ള വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ലോഗോയും നിറവും കണ്ടതുകൊണ്ട് മാത്രം ഒരു വെബ്സൈറ്റ് യഥാർത്ഥമാണെന്ന് വിശ്വസിക്കരുത്. വ്യാജന്മാർ വളരെയധികമുണ്ട്. നാലാമത്തെ നിയമം, അപരിചിത ആപ്പുകൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുത്. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ, അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്യൂ, റിമോട്ട് സപ്പോർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ സൂക്ഷിക്കുക. ഇത്തരം ആപ്പുകളിലൂടെ തട്ടിപ്പുകാർക്ക് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനും ബാങ്ക് വിവരവും കാണാൻ കഴിയും. അപരിചിതമായ നിർദ്ദേശപ്രകാരം ഒരു ആപ്പും ഇൻസ്റ്റാൾ ചെയ്യരുത്. സ്ക്രീൻ ഷെയറിംഗ് അനുവദിക്കരുത്. അഞ്ചാമത്തെ നമ്മൾ പ്രത്യേകം നിയമം, വ്യാജ ഭീഷണികൾ വിശ്വസിക്കരുത്. നിങ്ങളുടെ പേരിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഉടൻ അറസ്റ്റ് ചെയ്യും. വീഡിയോ കോൾ പോലീസ് പരിശോധന നടത്തണം. പരിശോധനയ്ക്കായി സുരക്ഷിത അക്കൗണ്ടിലേക്ക് പണം മാറ്റണം. ഇത്തരം വാക്കുകൾ കേട്ടാൽ ഭയപ്പെടരുത്. പോലീസോ കോടതിയോ ഫോൺ കോളിലോ നിങ്ങളെ മണിക്കൂറുകളോളം നിരീക്ഷണത്തിലെത്തുകയോ സുരക്ഷിത അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ ആവശ്യപ്പെടുകയും ഇല്ല. യഥാർത്ഥ പോലീസും കോടതിയും. സംശയം തോന്നിയാൽ കോൾ അവസാനിപ്പിച്ച് കുടുംബാംഗത്തെയോ വിശ്വസനീയമോ മറ്റൊരാളെ അറിയിക്കുക. ആറാമത്തെ നിയമം, മൊബൈലിലും അക്കൗണ്ടുകൾ സുരക്ഷ കൂട്ടുക എന്നാണ്. ഫോണ്, ഇമെയിൽ, സോഷ്യൽ മീഡിയ, ബാങ്കിങ് ആപ്പ് എന്നിവയ്ക്ക് ശക്തമായ പാസ്വേഡ് ഉപയോഗിക്കുക. എല്ലാ അക്കൗണ്ടുകൾക്കും ഒരേ പാസ്വേഡ് ഉപയോഗിക്കരുത്. സാധ്യമെങ്കിൽ 2 ഘട്ട സുരക്ഷ അല്ലെങ്കിൽ 2 ഫാക്ടർ വെരിഫിക്കേഷൻ പ്രവർത്തനക്ഷമമാക്കുക. മൊബൈൽ അപ്ഡേറ്റുകളും സമയത്ത് ചെയ്യുക. ബാങ്ക് ഇടപാട് SMS അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. തട്ടിപ്പിൽപ്പെട്ട എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം പരിഭ്രമിക്കരുത്, ബേജാറാവരുത്. ഉടൻ നിങ്ങളുടെ ബാങ്കിനെ വിളിച്ച് അക്കൗണ്ട് അല്ലെങ്കിൽ കാർഡ് തടയാൻ ആവശ്യപ്പെടുക. ഇന്ത്യയിൽ ഓൺലൈൻ തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യാൻ 1930 930 എന്ന സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഉടൻ വിളിക്കുക. കൂടാതെ ദേശീയ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പാർട്ടിൽ പരാതി നൽകുക. കോൾ വന്ന നമ്പർ, സന്ദേശം, വെബ്സൈറ്റ് ലിങ്ക്, പണം ഇടപാട് വിവരം സ്ക്രീൻഷോട്ട് ചെയ്യുന്ന
ഡിലീറ്റ് ചെയ്യാൻ സൂക്ഷിക്കുക. വേഗത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ സഹായകമാകും. അവസാനമായി നമ്മൾ 3 വാക്കുകൾ ഓർക്കുക. സ്റ്റോപ്പ്, തിങ്ക് ആൻഡ് വെരിഫിക്കേഷൻ, അല്ലെങ്കിൽ നിർത്തുക, ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് പരിശോധിക്കുക. അപരിചിതമായേക്കാൾ ഒരിക്കലും വിശ്വസിക്കരുത്. അപരിചിത ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത്. OTP അല്ലെങ്കിൽ പിൻ പങ്കുവെക്കരുത്. നമ്മുടെ ജാഗ്രതയാണ് നമ്മുടെ പണത്തിൻ്റെയും സ്വകാര്യ വിവരങ്ങളുടെയും ഏറ്റവും വലിയ സുരക്ഷ. ഈ വിവരം നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും മുതിർന്നവർക്കും മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും പങ്കുവെക്കുക. ഒരു ഷെയർ ഒരാളുടെ ജീവിതം സമ്പാദ്യം രക്ഷിച്ചേക്കാം. ജാഗ്രത പാലിക്കുക, സുരക്ഷിതമാക്കുക. താങ്ക്സ്. നമുക്ക് മറ്റൊരു സേഫ്റ്റി ടിപ്സുമായി അടുത്ത് തന്നെ കടന്നു വരാം. താങ്ക്സ് ഓൾ.